അദ്ദർസുൽ ഖാമിസ് അബുൽ ബഷർ ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു. അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചീന്തുകയും ചെയ്യുന്നവരെ നിശ്ചയിക്കുകയോ? മലക്കുകൾ ചോദിച്ചു. അല്ലാഹു തആല നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. അല്ലാഹു തആല കളിമണ്ണിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. ആ വസ്തുക്കൾ മലക്കുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇവയുടെ പേരുകൾ പറഞ്ഞു തരൂ. മലക്കുകൾ നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത ഒന്നും ഞങ്ങൾക്കറിയില്ലല്ലോ. അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇവയുടെ പേരുകൾ മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കൂ. ആദം നബി അലൈഹിസ്സലാം എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പറഞ്ഞു കൊടുത്തു. ആദം നബി അലൈഹിസ്സലാമിനെ ആദരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല മലക്കുകളോട് കൽപ്പിച്ചു. ഇബ്ലീസ് ഒഴികെ എല്ലാവരും സുജൂദ് ചെയ്തു. അവൻ അഹങ്കരിച്ചു, സുജൂദ് ചെയ്തില്ല. മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിനെ തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യില്ലെന്ന് അവൻ പറഞ്ഞു. അഹങ്കാരിയായ അവനെ അല്ലാഹു തആല ശപിച്ചു. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സ്വർഗത്തിലാക്കി ഇണയായി ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചു. അവർ സന്തോഷത്തോടെ സ്വർഗത്തിൽ വസിച്ചു. പിന്നീട് അവരെ അല്ലാഹു തആല ഭൂമിയിൽ ഇറക്കി. അവർക്ക് സന്താനങ്ങളുണ്ടായി. മനുഷ്യരെല്ലാം അവരുടെ മക്കളാണ്. അബുൽ ബഷരി ആദം അലൈഹിസ്സലാം മനുഷ്യപിതാവ് ആദം നബി അലൈഹിസ്സലാമാണ്.